Hello students, now we are going to another theorem. That theorem is an equivalence of the definition of limits in terms of neighborhoods. In our definition of limits, we have the epsilon delta relationships. Limit extends to C fx equal to L if given epsilon greater than 0, there exists a delta greater than 0 such that 0 less than modulus of x minus C less than delta implies modulus of limit is said to be L fx minus L less than epsilon. Given epsilon greater than 0, given any epsilon greater than 0, there exists a delta greater than 0 satisfying this condition. This is the definition of limit, and we say that we write that limit extends to C f of x equal to L f from A to R, and C is a cluster point. C is a cluster point of the set A. This is our limit definition. And this theorem, theorem 3 of our limit module, theorem 3 states an equivalence of the above limit definition to the neighborhood concepts. Modulus of x minus C less than delta can be converted to a delta neighborhood of C, and the other one can be converted to an epsilon neighborhood of capital L. The theorem states that let f from A to R, f is a real valued function from the set A, and C is a cluster point. C is a cluster point of the set A, domain of the function. Then the following are equivalent. That is the theorem. Equivalence is the theorem. Then the following are equivalent. Limit in terms of neighborhoods എന്ന് വേണമെങ്കിൽ പറയാം. Then the following are equivalent. ആദ്യം നമുക്ക് തരുന്നത് നമ്മുടെ ലിമിറ്റിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ ആണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 1 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതിനോട് ഇക്വലന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പറഞ്ഞ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ആണ്. അതിനോട് ഇക്വലന്റ് ആണ് 2 എന്താ, ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ്, ഗിവൺ എപ്സിലോൺ എന്നുള്ളതിന് പകരം ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ്, ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ്, ഞാൻ ഷോർട്ട് ഫോം എഴുതാണ്, വി എപ്സിലോൺ ഓഫ് എൽ, വി എപ്സിലോൺ എൽ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓഫ് എൽ എന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയാം. ദെയർ എക്സസ് എ ഡെൽറ്റ നെയ്ബർഹുഡ്, ഇത് തന്നാൽ ദെയർ എക്സസ് എ ഡെൽറ്റ നെയ്ബർഹുഡ്, ദെയർ എക്സസ് എ ഡെൽറ്റ നെയ്ബർഹുഡ്, ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി ആണ്, വി ഡെൽറ്റ ഓഫ് സി, ഓഫ് സി എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാം. സച്ച് ദാറ്റ്, ഞാൻ തൽക്കാലം എഴുതുന്നില്ല, സച്ച് ദാറ്റ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി, such that if x not equal to c, is any point of delta neighborhood point ആണ്. അത് സി ആകാൻ പാടില്ല സിയിലേത് പറയുമ്പോൾ. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അന്വേഷണമാണ്. ഡയറക്റ്റ് സിയിൽ നമുക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈസ് എനി പോയിന്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി ഇന്റർസെക്ഷൻ സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. അപ്പോൾ വി ഡെൽറ്റ ഓഫ് സിയിൽ എയിലെയും പോയിന്റ്സ് കോമൺ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിത് പറയാൻ പോവാം. ദെൻ വി എപ്സിലോൺ ഓഫ് എക്സ്, വി എപ്സിലോൺ ഓഫ് എൽ contains f of x, then f of x element of, then f of x element of v epsilon of L, then fx element of x v delta of c intersection a ലാകുമ്പോൾ fx v epsilon of L ലാകുന്നു. ഇതാണ് ഇക്വിവലൻസി. ആദ്യം നമ്മൾ പറഞ്ഞ ഈ എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ്, ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നതിന്റെ മീനിങ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ പറയുന്നത് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഹവർ സ്മോൾ ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമ്മളുടെ പ്രൂഫ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം.
ഇക്വലൻസി പ്രൂവ് ചെയ്യാൻ 1 അസ്യൂം ചെയ്യും, 2 പ്രൂവ് ചെയ്യും, 2 അസ്യൂം ചെയ്യും, 1 പ്രൂവ് ചെയ്യും. ഇത് രണ്ടും സെയിം ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ആദ്യം നമ്മൾ 1 അസ്യൂം ചെയ്യും. അസ്യൂം 1 അസ്യൂം ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എൽ തന്നിട്ടുണ്ട്. അതായത് given epsilon greater than 0, there exists a delta greater than 0 such that 0 less than modulus of x minus c less than delta implies modulus of fx minus l less than epsilon. ബാക്കി കാര്യങ്ങൾ കൂട്ടി വായിക്കണം. given epsilon greater than 0, there exists delta greater than 0 satisfying this condition such that. അപ്പോൾ ഇതിനെ നമുക്ക് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ താഴെയാന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് എവിടെയാണ്? എക്സ് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലാണ്. എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി, ദിസ് ഈസ് സി. എക്സ് ക്യാൻ ബി ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എങ്ങനെ പോകാം? ഇങ്ങോട്ട് ഡെൽറ്റ ഡിസ്റ്റൻസിൽ താഴെ, ഇങ്ങോട്ട് ഡെൽറ്റ ഡിസ്റ്റൻസിൽ താഴെ, മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇവിടെ എന്താവും? സി പ്ലസ് ഡെൽറ്റ വരെ നമുക്ക് പോകാം. സി പ്ലസ് ഡെൽറ്റയിൽ എത്തത്തില്ല, ഓപ്പൺ ഇന്റർവെൽ ആണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഇവിടെ പുറകിലോട്ട് പോയാൽ മൈനസ് ഡെൽറ്റ, സി മൈനസ് ഡെൽറ്റ വരെ പോകാം. എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. എക്സ് നോട്ട് ഈക്വൽ ടു സി, എക്സ് സി ആകത്തില്ല. എക്സ് മൈനസ് സി 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 0 ഈക്വൽ ടു എന്നുള്ളത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് എക്സ് നോട്ട് ഈക്വൽ ടു സി. അപ്പൊ ഈ കാര്യത്തെ ഈ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു. ഇംപ്ലൈസ് ബാക്കിയൊക്കെ ഉണ്ട്. given epsilon greater than 0, there exists delta greater than 0 such that. ഈ മോഡുലസിനെ നമ്മൾ ഓപ്പൺ ഇന്റർവെലിന്റെ ടേംസിലാക്കി. ഇംപ്ലൈസ് ഇതെന്താ? ഇതും ഈ പറഞ്ഞ പോലെ എൽ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്കുണ്ട്. എഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൽ താഴെയാണ്. അപ്പോൾ എഫ് എക്സുകളാണ് ഈ കിടക്കുന്ന എക്സുകളാണ്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന എക്സുകളാണ്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന എഫ് എക്സുകളാണ്. എഫ് എക്സുകൾ എവിടെ വരെ പോകാം? എൽ പ്ലസ് എപ്സിലോൺ, ദിസ് ഇസ് എൽ പ്ലസ് എപ്സിലോൺ ആൻഡ് ടു ദ റൈറ്റ് സൈഡ് എൽ മൈനസ് എപ്സിലോൺ. ഡിഫറൻസ് ഇതിൽ താഴെയാണെങ്കിൽ അതേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് എക്സ് എലമെന്റ് ഓഫ് എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ. ഇനി ഇവിടെ എപ്സിലോൺ പറയണ്ട, ഇതെന്നാ? എക്സ് എലമെന്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. given epsilon greater than 0, അപ്പോൾ എപ്സിലോണുമായിട്ട് ബന്ധപ്പെട്ടത് ഇതാണ്. എഫ് എക്സ് എലമെന്റ് ഓഫ് എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ് എപ്സിലോണുമായിട്ട് ബന്ധപ്പെട്ടത്. ദാറ്റ് ഈസ് ഫോർ ഓൾ എപ്സിലോൺ നെയ്ബർഹുഡ്, ഇത് എപ്സിലോൺ നെയ്ബർഹുഡാ. ഏതിന്റെയാ? എല്ലിന്റെ. വി എപ്സിലോൺ ഓഫ് എൽ, ഫോർ ഓൾ എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ of L, there exists that is the delta neighborhood. delta neighborhood എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? V delta of C, there exists a neighborhood V delta of C such that x എവിടെയാ? x V delta of C യിലാണ്. x A യിലും കൂടെ ആകണം. A യുടെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. x element of V delta of C intersection A with x not equal to C such that fx element of fx അവിടെ വരും V epsilon of ഇതിൻ്റെ അകത്ത് ഈ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? V epsilon of L ആണ്. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഈ മോഡുലസിനെ ഓപ്പൺ ഇന്റർവെൽ ആക്കിയപ്പോൾ നമുക്കതിന് നെയ്ബർഹുഡ് വേർഷനിൽ എഴുതാൻ പറ്റി. സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ V ഡെൽറ്റ ഓഫ് സി ആണ്. എൽ മൈനസ് എപ്സിലോൺ, എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ വി എപ്സിലോൺ ഓഫ് എൽ ആണ്. അപ്പോൾ given എപ്സിലോൺ എന്നുള്ളതിന് പകരം given എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ എൽ, there exists a delta neighborhood V delta of C such that x element of V delta of C intersection x not equal to C such that fx element of fx എവിടെയാ? V epsilon of L. x V delta of C ലാകുമ്പോൾ fx V epsilon of L ലാകുന്നത് പോലെ നമുക്ക് V epsilon L എന്ന് പറയുന്ന നെയ്ബർഹുഡ് തന്നാൽ, അങ്ങനെ ഏത് തന്നാലും ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ഫോം. അപ്പോൾ 1 implies 2 ആയേ ഉള്ളൂ. ഇനി നമ്മൾ 2 അസ്യൂം ചെയ്യും. ഇതുപോലെ തന്നെ തിരിച്ച് 1 പ്രൂവ് ചെയ്യും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക്. The second part for equivalence we assume, conversely assume 2. ഇപ്പോൾ പ്രൂവ് ചെയ്താണ് അസ്യൂം ചെയ്യുന്നത്.
given any epsilon neighborhood v epsilon of L, there exists a epsilon neighborhoodന് epsilon തരണം. ഇതുണ്ടെന്ന് ആദ്യം എഴുതുക. ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം എടുത്ത് എഴുതുക. given any epsilon neighborhood, assume to, വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് എഴുതുക. that is given epsilon greater than 0, there exists delta neighborhood exist ചെയ്യണമെങ്കിൽ delta greater than 0 exist ചെയ്യണം. such that fx element of v epsilon L for x element of v delta of c. x v delta of c യിലാണെങ്കിൽ x element of v delta of c എന്ന് പറയുന്ന നെയ്ബർഹുഡ് നിങ്ങൾക്ക് അറിയാം. c minus delta c plus delta implies x not equal to c and x element of x not equal to c ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. implies എന്താ പറഞ്ഞിരിക്കുന്നത്? fx element of v epsilon of L എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ fx എവിടെയാ? fx v epsilon L എന്ന് പറഞ്ഞാൽ L minus epsilon L plus epsilon എന്ന് പറയുന്ന ഇന്റർവെല്ലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇന്റർവെൽ ഫോമിലാക്കി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈ ഇന്റർവെല്ലില് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാം. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇതെങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇതിന് ഇത് വായിച്ചാൽ മതി. അതായിരുന്നല്ലോ നമ്മുടെ ലിമിറ്റ് ഡെഫിനിഷൻ. therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എക്സ് സിയെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എഫ് ഓഫ് എക്സ് അപ്പോൾ എല്ലിനെ അപ്രോച്ച് ചെയ്യുമെന്നാണ് രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി നമ്മളോട് പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇവിടെ ഒന്നുമില്ല, നമ്മളാകെ ചെയ്തത് മോഡുലസിനെ ഇന്റർവെൽ ആക്കി, ഇന്റർവെലിൽ നിന്ന് നെയ്ബർഹുഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. 2 അസ്യൂം ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. നെയ്ബർഹുഡിനെ നമ്മൾ ഇന്റർവെല്ലിലേക്കാക്കി, മോഡുലസിലേക്കാക്കി, അങ്ങനെ വേറൊരു വേർഷൻ ഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ചെയ്യാൻ. നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കൺസിഡർ ദ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഞാൻ വെറുതെ ആർബിട്രറി ആയിട്ടൊരു ഗ്രാഫ് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ നെയ്ബർഹുഡ് വേർഷൻ ഓഫ് ലിമിറ്റ്സിൽ എന്നാ പറഞ്ഞേക്കുന്നത്? ഗിവൺ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എൽ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ എക്സും ഇവിടെ എഫ് ഓഫ് എക്സും ആണ്. എഫ് ഓഫ് എക്സിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാല്യൂ ആണ് എൽ. ഗിവൺ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എൽ, എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ്, ഇത് എൽ പ്ലസ് എപ്സിലോൺ ആയിരിക്കും, എൽ മൈനസ് എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലിൽ നിന്ന് ഈ ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്യാം, എൽ മൈനസ് എപ്സിലോണിൽ നിന്ന് മാർക്ക് ചെയ്തേക്കാം, എൽ പ്ലസ് എപ്സിലോണിൽ നിന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ നെയ്ബർഹുഡ് വരുവാണെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴേക്ക് വന്നാൽ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സി കിട്ടും. ഇതായിരിക്കും നമ്മുടെ സി. ഇത് സി പ്ലസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഗ്രാഫിക്കലി ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ എൽ പ്ലസ് എപ്സിലോണിലെ വരെയുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ സി പ്ലസ് ഡെൽറ്റ വരെയും സി മൈനസ് ഡെൽറ്റ തുടങ്ങി സി പ്ലസ്, ഇതാണ് സിക്ക് ചുറ്റിനും നമുക്ക് ഇങ്ങനെ കിട്ടിയ ഈ ഇന്റർവെലാണ്. അപ്പോൾ ഈ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എൽ തരുവാണെങ്കിൽ നമുക്ക് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് അപ്പോൾ ഈ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ എഫ് എക്സുകളാണ് ഈ ഗ്രാഫിൽ കാണുന്നത്. ആ എഫ് എക്സുകൾ ഈ ലൈനിലേക്ക് വെർട്ടിക്കൽ ആക്സിസിലേക്ക് മാറ്റിയാൽ അത് എല്ലിന് ചുറ്റും എപ്സിലോൺ ഡിസ്റ്റൻസിലാണ് കിടക്കുക. ഗ്രാഫ് ഉള്ളപ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ എത്ര ചെറിയ എപ്സിലോൺ നെയ്ബർഹുഡ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറുതോ വലുതോ എന്ത് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രീതിയിൽ നമുക്ക് ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ലിമിറ്റ് ഉണ്ട്. എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് ഇങ്ങനെ തരുമ്പോൾ ഇങ്ങനെ ഒരു കറസ്പോണ്ടൻസിൽ ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിച്ചാൽ പോരാ. ആ ഡെൽറ്റ നെയ്ബർഹുഡിലെ എഫ് വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്ന എപ്സിലോൺ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള എക്സ് പോയിന്റ്സ് എടുത്ത് അതിന്റെ എഫ് എക്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഗ്രാഫിൽ നിന്ന് വെർട്ടിക്കൽ ആക്സിസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ കിടക്കണം. എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എൽ. എത്ര ചെറിയ വി എപ്സിലോൺ എൽ എടുത്താലും എത്ര വലിയ വി എപ്സിലോൺ എൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്
ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദാറ്റ് ദ വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ ഇൻ ദ ഡെൽറ്റ നെയ്ബർഹുഡ് ലൈസ് ഇൻ ദ ഗിവൺ എപ്സിലോൺ നെയ്ബർഹുഡ്. അങ്ങനെ വരുവാണെങ്കിൽ, ഇവിടെ അങ്ങനെയാണ് ഈ ഗ്രാഫിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ എൽ ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ എൽ ലിമിറ്റ് അല്ല. ഇതാണ് ഒരു ഗ്രാഫിക്കൽ വേർഷൻ.